Welcome to Garam Masala, the magic spices of cooking. കുക്കർ അപ്പം. ഇന്ന് നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് എങ്ങനെ കലത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. ഇതിനുവേണ്ടി ഞാൻ 3/4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിതിനെ 1-2 മണിക്കൂർ കുതിർത്തിയെടുക്കണം. അടുത്തതായി നമുക്ക് 200 ഗ്രാം ശർക്കര എടുക്കണം. ഇതിനെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള റൈസിനെ അരച്ചെടുക്കണം. നമുക്കിതിനെ ഒരു ബ്ലെൻഡറിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി അരച്ചെടുക്കണം. പകുതി ഭാഗം റൈസാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് 1/4 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു വെസലിലോട്ട് എടുക്കാം. ബാക്കിയുള്ള റൈസിനെ കുറച്ച് തരിയോടുകൂടെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിനെ കൂടെ നമുക്ക് വെസലിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 പിഞ്ച് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ബാറ്റർ നല്ല തിക്കാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് ഇവ ചേർത്തൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങാക്കൊത്ത് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ഇതിനെ കൂടെ നമുക്ക് ബാറ്ററിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുക്കറിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കലത്തപ്പം ബാറ്ററിനെ നമുക്ക് 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം. ബാറ്റർ നല്ല ചൂടായിരിക്കണം, വെന്തു പോകരുത്. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിനെ ചൂടായ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് 3 മുതൽ 5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇതിനെ 30 മുതൽ 45 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. 30 മിനിറ്റിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കണം. ഒരു നൈഫ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ കലത്തപ്പം കുക്കായിട്ടില്ല എങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കുക്കർ അപ്പത്തിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ യെമ്മി ആൻഡ് ടേസ്റ്റി കുക്കർ അപ്പം തയ്യാറായിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഇഷ്ടാനുസരണം മുറിച്ചെടുക്കാം. താങ്ക് യു.